വെൽക്കം ടു CSEB ആസ്പിരൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RBIയുടെ പുതിയൊരു PCA ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ PCA ഫ്രെയിംവർക്ക് മുമ്പ് തൊട്ടേ ഉണ്ട്. അപ്പോൾ ബാങ്കിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. RBIയുടെ അപ്ഡേഷൻസൊക്കെ നമ്മൾ എക്സാമിന് ധാരാളമായി കാണാറുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ ചെറിയൊരു സെഷൻ നമ്മൾ ചെയ്തു വെച്ചായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം വലിയൊരു ക്ലാസ്സാണ്, അത്യാവശ്യം പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും കാണുക. സ്റ്റഡി നോട്ട്സ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക, സ്റ്റഡി നോട്ട്സ് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു പഠിക്കുക. പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്നാണ് PCA ഫ്രെയിംവർക്ക് അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ. The prompt corrective action PCA framework was introduced by ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പ്രോംപ്റ്റ് കറക്റ്റീവ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഇൻ ദ ഇയർ 2002 ആണ്. It was designed as a supervisory tool to help ensure that banks don't go beyond a certain level of financial risk. ഒരു certain level of financial riskൽ കൂടുതൽ ബാങ്ക്സ് എന്ത് ചെയ്യാൻ പാടില്ല, കടക്കാൻ പാടില്ല അല്ലേ? അവരുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു സൂപ്പർവൈസറി ടൂള് ആര് ഡിസൈൻ ചെയ്തത്? RBI ഡിസൈൻ ചെയ്തത്. ആൻഡ് ടു ഇനീഷ്യേറ്റ് കറക്റ്റീവ് ആക്ഷൻ ഇൻ എ ടൈംലി മാനർ. ദ ഫ്രെയിംവർക്ക് വാസ് റിവൈസ്ഡ് ഇൻ April 2017 ടു മേക്ക് ഇറ്റ് മോർ സ്ട്രക്ചേർഡ് ആൻഡ് ഒബ്ജക്റ്റീവ്. ഈ ഫ്രെയിംവർക്ക് April 2017 റിവൈസ് ചെയ്യുകയുണ്ടായി കേട്ടോ. അതിനുശേഷം നിരക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടാറും കുറയ്ക്കാറൊക്കെ ഉണ്ട്. അത് RBIയുടെ സർക്കുലറായിട്ട് പുറത്തു വരാറുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു സർക്കുലർ, കുറച്ച് മുന്നേ ഒരു സർക്കുലർ വന്നു. അതുകൊണ്ടാണ് അതിന് വീണ്ടും പ്രാധാന്യം അർഹിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇനി അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് പഠിക്കേണ്ടത് എന്താണ് PCA? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ആണ് അതിൻ്റെ ഫുൾ നെയിം. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? RBI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് വർഷം? 2002. പിന്നെ ഒരു പ്രധാനപ്പെട്ട റിവിഷൻ വന്നത് റിവൈസ്ഡ് ആയത് April 2017 ആണ്. ഓക്കെ. അപ്പോൾ the PCA framework is a supervisory tool used by the RBI, introduced in 2002 and revised in April 2017. ഇത്രയും പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി ഇറ്റ് അപ്ലൈസ് ടു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ആദ്യകാലങ്ങളിൽ ഇത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന് മാത്രമായിരുന്നു അപ്ലൈ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനും റീസെൻ്റ്ലി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് മാത്രമല്ല, എല്ലാ ടൈപ്പ് ഓഫ് ഫോറിൻ ബാങ്ക്സിനും അതുപോലെ തന്നെ നമ്മുടെ NBFCs ഉണ്ടല്ലോ, അതിനൊക്കെ ഇപ്പോൾ ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അപ്ലിക്കബിൾ അല്ലാത്ത കുറച്ച് ബാങ്കുകളുണ്ട്. അതായത് UCBയുടെ തന്നെ ടയർ 1, UCB ടയർ 4 വരെ ഉണ്ട്. ടയർ 1, ടയർ 2, ടയർ 3 ആൻഡ് ടയർ 4. ഇങ്ങനെയാണ് അവരുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ടയർ 1 എന്ത് വേണ്ട, ഈ ഒരു PCA ഫ്രെയിംവർക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാറില്ല. പിന്നെ അപ്ലൈ ചെയ്യാത്തത് പേയ്മെൻറ്റ് ബാങ്കിനും സ്മോൾ ഫിനാൻസ് ബാങ്കിനുമാണ്. അവർക്ക് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ 3 കാറ്റഗറിക്കും. ബാക്കി എല്ലാ കാറ്റഗറിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന റേറ്റുകളെല്ലാം ഈ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? UCBക്ക് വേണ്ടിയിട്ടുള്ള സർക്കുലറിലത്തെ ഫാക്റ്റുകളാണ് നമ്മളിവിടെ പറയുന്നത്. സോ അത് ആ ലെവലിൽ എടുക്കണം കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിനെ അല്ല, ഇത് UCBക്ക് വേണ്ടി ഇറക്കിയ സർക്കുലറാണ്. ഓക്കെ. എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ടു എനേബിൾ സൂപ്പർവൈസറി ഇൻ്റർവെൻഷൻ അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ടൈമിൽ സൂപ്പർവൈസറി ഇൻ്റർവെൻഷൻ കൊണ്ടുവരിക. ടു റീസ്റ്റോർ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ബാങ്ക്സ്, ടു ലിമിറ്റ് റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റീസ് ഓഫ് വീക്ക് ബാങ്ക്സ്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്, ടു ബ്രിങ് ഡിസിപ്ലിൻ ത്രൂ സ്ട്രക്ചേർഡ് ആൻഡ് പ്രീ സ്പെസിഫൈഡ് ആക്ഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇൻ January 2022 PCA എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. UCBസിനും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അതുകൂടാതെ സെപ്പറേറ്റ് PCA ഫ്രെയിംവർക്ക് കൊണ്ടുവന്നു NBFCസിന് കേട്ടോ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന്. സിൻസ് 2021-22, അതായത് 2021 ഡിസംബറോട് കൂടെയാണ് എന്ത് ചെയ്തത്, ഈ PCA ഫ്രെയിംവർക്ക് NBFCസിനും കൂടി ആപ്ലിക്കബിൾ ആക്കിയത്. കറക്റ്റീവ് ആക്ഷൻസ് അണ്ടർ PCA. എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സാണ് ഈ ഒരു PCAയുടെ അണ്ടറിൽ വരുമ്പോൾ? കുറച്ച് മാൻഡേറ്ററി ആയിട്ടുമുണ്ട്, ഡിസ്ക്രിഷണറി പവേഴ്സും ഉണ്ട്. ആർക്ക്? RBIക്ക്. സോ അതെന്താണെന്ന് നോക്കാം. മാൻഡേറ്ററി ആക്ഷൻസ് എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻ ഓൺ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ലിമിറ്റ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ, ഹയർ പ്രൊവിഷൻസ് ഫോർ ബാഡ് ലോൺസ്, റെസ്ട്രിക്ഷൻ ഓൺ മാനേജ്മെൻറ്റ് കോമ്പൻസേഷൻ. ഈ ഒരു ഭാഗത്തൊക്കെ, അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ റെസ്ട്രിക്ഷൻ വരും മാൻഡേറ്ററി ആയിട്ട് കേട്ടോ. ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ? അവിടെയും ലിമിറ്റ് വരും. ഹയർ പ്രൊവിഷൻസ്, ബാഡ് ലോൺസിന് ഹയർ പ്രൊവിഷൻസ് മാറ്റി വയ്ക്കേണ്ടി വരും. റെസ്ട്രിക്ഷൻ, മാനേജ്മെൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ.
ഇനി ഡിസ്ക്രിമിനേഷണറി കുറച്ച് ആക്ഷൻസും എടുക്കാറുണ്ട് കേട്ടോ. ഡിസ്ക്രിമിനേഷണറി ആക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു. പ്ലാൻസ് ടു മെർജ്, റീക്യാപിറ്റലൈസ് ഓർ ചേഞ്ച് മാനേജ്മെൻറ്റ്. ഇനി മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രോബ്ലംസ് തീരുമെങ്കിൽ അങ്ങനെ മെർജ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ റീക്യാപിറ്റലൈസ് ചെയ്യിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവും. മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്യും. ആക്ടിവേഷൻ ഓഫ് റിക്കവറി പ്ലാൻസ് നടപ്പിലാക്കാൻ ഉദ്ദേശം ഉണ്ടാവും. കാരണം ചെയ്യേണ്ടി വരും ഇവർ. ബ്രിങ്ങിങ് ഇൻ ന്യൂ പ്രൊമോട്ടേഴ്സ് ഓർ സെല്ലിംഗ് സ്റ്റേക്ക് എന്ന് വെച്ചാൽ ഷെയറാണ്. ഒന്നെങ്കിൽ സെല്ല് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ന്യൂ പ്രൊമോട്ടേഴ്സിനെ കൊണ്ടുവരേണ്ടി വരും. ഇതൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഇവരെ എന്താണ് ഉഷാറാക്കാൻ, അതായത് ഇവർ ലോസിൽ നിന്നും കരകയറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ആര് ചെയ്യും? RBI ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് RBI മെയ്ഡ് അപ്ഡേറ്റ്സ് ടു ദ PCA. എന്തൊക്കെ അപ്ഡേറ്റ്സുകളാണ് പുതുതായിട്ട് വന്നത്? ഡിസംബർ 2021 കുറച്ച് നിരക്കിയ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾഡ് ബാങ്കിനെ സംബന്ധിച്ച് വന്നു. പിന്നെ അതുപോലെ തന്നെ UCBക്ക് വേണ്ടിയിട്ട് ജനുവരി 2022 പുതുക്കിയ കാര്യങ്ങൾ വന്നു. ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ വീണ്ടും സർക്കുലർ വന്നിട്ടുണ്ട്. ഡിസംബർ 2021 ഈ ഒരു NBFCസിനെ കൂടി ഈ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി ഒരു PCA ഫ്രെയിംവർക്കിൻ്റെ അടിയിൽ ഒരു ബാങ്ക് വന്നു. അത് എല്ലാ കാലത്തും PCA ഫ്രെയിംവർക്കിൻ്റെ അടിയിൽ തന്നെ നിൽക്കണമെന്നുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും അവർക്ക് അതിന് സർവൈവ് ചെയ്ത് അവരുടെ ഓപ്പറേഷൻസൊക്കെ മികച്ചതാക്കി അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി RBI എന്ത് ചെയ്യും? അവർക്ക് അതിന് അവർ പ്രവർത്തിക്കാൻ സജ്ജമായി കഴിഞ്ഞാൽ അവർക്ക് അതിന്ന് എക്സിറ്റ് കൊടുക്കും കേട്ടോ. അതാണ് പറഞ്ഞത്. RBI റിവ്യൂസ് ദ ബാങ്ക്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മോശമാകുമ്പോഴാണല്ലോ അവരെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാമെന്ന് വെച്ച് ഈ ഒരു റെഗുലേഷൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നത്. എപ്പോഴാണോ അവർ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നത്, അവർ ഫിനാൻഷ്യൽ പൊസിഷൻസ് എപ്പോഴാണോ അച്ചീവ് ചെയ്യുന്നത്, ആ സമയത്ത് RBI അത് റിവ്യൂ ചെയ്യുകയും അവർക്ക് അതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം കേട്ടോ. ബാങ്ക് മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. കുറച്ച് ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സസ്റ്റെയിൻഡ് പ്രോഫിറ്റബിലിറ്റി ആവും. അതുപോലെ തന്നെ അവരുടെ NPA കുറയ്ക്കാൻ പറ്റും. ഇവിടെയൊക്കെ പ്രധാന പ്രശ്നം എന്താണ്? NPA ആണല്ലേ. NPA കാരണം ഒരുപാട് ബാധ്യതയിൽ നിന്നും ബാധ്യതയിലേക്ക് പോവുകയാണ് ബാങ്കുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NPAs റെഡ്യൂസ് ചെയ്താൽ തന്നെ ഇവരുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറുമെന്ന് ആർക്കറിയാം? RBIക്ക് അറിയാം. അപ്പോൾ അതിനാണ് കുറച്ച് കൺട്രോൾ വരുത്തുന്നത് കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ് IDBI ബാങ്ക്. IDBI ബാങ്ക് 2017 കാലഘട്ടത്തിൽ എന്തായി? PCAയുടെ അടിയിലും ഈ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻസിൻ്റെ അടിയിലും വരികയും പിന്നീട് അവർ പ്രവർത്തനം മെച്ചപ്പെട്ടതായിട്ട് IDBI ബാങ്ക് എക്സിറ്റ് ചെയ്തത് 2021 കാലഘട്ടത്തിൽ അവർ പുറത്തു പോവുകയും ചെയ്തു. ഇതുപോലെ ധാരാളം ബാങ്കുകളുണ്ട് കേട്ടോ. സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രാധാന്യമുണ്ട്. പ്രൊമോട്ട്സ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി വർദ്ധിക്കും. ആക്ട് ആസ് എ പ്രിവെൻറ്റീവ് ടൂളാണ് കേട്ടോ ഇത്. ഹെൽപ്പ് ഇൻ ടൈംലി ഇൻ്റർവെൻഷൻ ടു അവോയ്ഡ്. ബാങ്കിൻ്റെ ഫെയിലിയേഴ്സിന് വേണ്ടി കാത്തു നിൽക്കാതെ മുമ്പേ തന്നെ ആക്ഷൻസ് എടുക്കുന്ന കാരണം ഇതൊരു കറക്റ്റ് ടൈംലി ഇൻ്റർവെൻഷനാണ് ടു അവോയ്ഡ് ബാങ്ക് ഫെയിലിയേഴ്സ്. എൻഹാൻസസ് മാർക്കറ്റ് കോൺഫിഡൻസ് ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ബാങ്ക് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു IDBIയുടെ കാര്യം. IDBI മാത്രമല്ല, കുറച്ച് കാലം മുമ്പേ, അതായത് കറക്റ്റായിട്ട് 2017-18 കാലഘട്ടത്തിൽ IDBIയും യൂക്കോ ബാങ്കും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഒക്കെ എന്തായിരുന്നു? പ്ലേസ്ഡ് അണ്ടർ PCA കാറ്റഗറി ആയിരുന്നു. പിന്നീട് 2020-2022 കാലഘട്ടത്തിൽ അവർ ഇംപ്രൂവ്മെൻറ്റ് നടത്തുകയും അവരെല്ലാം ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾ മികവ് പുലർത്തി അവർ ഇപ്പോൾ ഉള്ള പൊസിഷനിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി മെയ് 2025 നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ നേരിടുന്ന ബാങ്കുകളില്ല. ലാസ്റ്റ് ബാങ്ക് ഏതായിരുന്നു എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ആരായിരുന്നു? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു അവസാനമായിട്ട് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോയത് കേട്ടോ. ഓക്കെ. അവർ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കത് ബോധ്യമായി? RBIക്ക് ബോധ്യമായി. അവർക്ക് എക്സിറ്റ് കൊടുക്കുകയും ചെയ്തു. ഓക്കെ. പിന്നെ ദ RBI ഈസ് ടു സെറ്റ് ഇംപ്ലിമെൻറ്റ് ദ PCA ഫ്രെയിംവർക്ക് ഫോർ UCBs സ്റ്റാർട്ടിങ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത്. April 1, 2025 ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് പുതിയ PCA ഫ്രെയിംവർക്ക് കേട്ടോ. ഡേറ്റ് അടക്കം ഓർത്തു വയ്ക്കണം. April 1, 2025 തൊട്ടിട്ട് ഇത് അപ്ലിക്കബിൾ ആണ്. ദിസ് ഫ്രെയിംവർക്ക് വിൽ അപ്ലൈ ടു UCBs വിത്ത് ഡെപ്പോസിറ്റ്സ് എക്സീഡിങ് 100 crores. 100 കോടിക്ക് മുകളിലുള്ള ബാങ്കുകൾക്കാണ് എന്ത് ചെയ്യുന്നത്?
ഈ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളത് 100 കോടിക്ക് മുകളിൽ, അതായത് ടയർ 2 തുടങ്ങുന്നത്. ടയർ 1 എന്ന് വെച്ചാൽ ബിലോ 100 crores ആണ്. അതുകൊണ്ട് ടയർ 1 കാറ്റഗറിക്ക് ഇതുണ്ടോ? ഇല്ല. ടയർ 1ന് ഇത് ആപ്ലിക്കബിൾ അല്ല. ടയർ 2 തൊട്ടാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കേട്ടോ. ആൻഡ് വിൽ ബി ട്രിഗേർഡ് ബേസ്ഡ് ഓൺ പാരാമീറ്റേഴ്സിലൊക്കെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, അതായത് CRAR എന്നറിയപ്പെടുന്നത്, നെറ്റ് NPAs ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, ദാറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ്. ഇത് മൂന്നുമാണ് അവർ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, ഇവർ PCAയുടെ അണ്ടറിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കോളം ഉണ്ട്. ആ കോളം പഠിച്ചാൽ നമുക്ക് എല്ലാ ഫാക്റ്റുകളും കിട്ടും കേട്ടോ. PCA framework for primary cooperative banks. Capital, asset quality and profitability will be the key areas for monitoring in the revised PCA framework. Revised PCA frameworkൽ മോണിറ്റർ ചെയ്യാനുള്ള കീ ഏരിയാസ് ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിൽ വേറെ നാലാമത്തെ ഒന്നും കൂടി തന്നിട്ട് ഇതിലേതാണ് കീ ഏരിയാസ് ഉള്ളതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അല്ലാത്തതെന്ന് ചോദിക്കാം. അതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കുക. ക്യാപിറ്റൽ, അസറ്റ് ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി, ഇത് മൂന്നുമാണ് കീ ഏരിയാസ് ആസ് പെർ റിവൈസ്ഡ് PCA ഫ്രെയിംവർക്ക് ഓഫ് RBI. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഈ റിവൈസ്ഡ് PCA ഫ്രെയിംവർക്ക്? ഫോർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ക്യാപിറ്റൽ, അസറ്റ് ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി കേട്ടോ. ക്യാപിറ്റൽ, അസറ്റ് ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി. ഇൻഡിക്കേറ്റേഴ്സ് ടു ബി ട്രാക്ക്ഡ് ഫോർ ക്യാപിറ്റൽ, അസറ്റ് ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി വുഡ് ബി, അതായത് ക്യാപിറ്റലിന് CRAR, നെറ്റ് NPA റേഷ്യോ, അതാണ് അസറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് നോക്കുന്നത്? നെറ്റ് NPA റേഷ്യോ നോക്കിയിട്ടാണ്. അതായത് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് NPA ടു നെറ്റ് അഡ്വാൻസസ്, അതാണ് നെറ്റ് NPA റേഷ്യോ എന്ന് പറഞ്ഞാൽ. നെറ്റ് NPA റേഷ്യോ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് NPA ടു നെറ്റ് ആയിട്ടുള്ള NPA ടു നെറ്റ് അഡ്വാൻസസ്, പിന്നെ നെറ്റ് പ്രോഫിറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ ഒരു ഫസ്റ്റുള്ള കീ ഏരിയാസിന് 3 ഇൻഡിക്കേറ്റേഴ്സ് കൂടെ വെച്ചിട്ടുണ്ട്. ഏതാ അത്? ക്യാപിറ്റലിന് CRAR, അസറ്റ് ക്വാളിറ്റിക്ക് നെറ്റ് NPA റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി നോക്കാൻ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അത് കോളം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ദ PCA ഫ്രെയിംവർക്ക് വുഡ് അപ്ലൈ ടു ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞാലും ആർക്ക് അപ്ലിക്കബിൾ അല്ല? ടയർ 2, ടയർ 3, ടയർ 4 ഇതിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ കേട്ടോ. ടയർ 1 ഈസ് എക്സ്ക്ലൂഡഡ് ആണ്. അതൊന്നും ഓർത്ത് വെക്കണം. അപ്പോൾ അതൊന്നും വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ടയർ 1 എക്സ്ക്ലൂഡഡ് ആണ് ബേസ്ഡ് ഓൺ ബ്രീച്ച് ഓഫ് റിസ്ക് ത്രെഷ്ഹോൾഡ് ഓഫ് ഐഡൻറ്റിഫൈഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള ഐഡൻറ്റിഫൈഡ് ഇൻഡിക്കേറ്റേഴ്സിനെ നോക്കിയിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് റിസ്ക്കുകൾ തരംതിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കോളം എന്ന് പറയുന്നത് ഇതിന്. PCA മാട്രിക്സ്, പാരാമീറ്റേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റിസ്ക് ത്രെഷ്ഹോൾഡ്. അപ്പോൾ പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഉണ്ട്, അസറ്റ് ക്വാളിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റലിന് CRAR ഉണ്ട്, അസറ്റ് ക്വാളിറ്റിക്ക് എന്താണ് നെറ്റ് NPA ആണ് നോക്കുക, പ്രോഫിറ്റബിലിറ്റിക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് നോക്കുക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് CRAR മിനിമം റെഗുലേറ്റർ മിനിമം നോക്കുന്നത് 9% ആണ് CRAR. അത് കാലങ്ങളായിട്ട് കുറച്ച് നാളായിട്ട് പറയണതാണ്. പുറത്തെ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് 8% ആണ് പറയുന്നത് കേട്ടോ. പക്ഷേ RBI എന്താണ് 9% ആണ് പറയണത്. സോ അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. 9%ന് താഴോട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, പ്രശ്നങ്ങൾ തുടങ്ങാമെന്ന് ആണ് RBI പറയണത് കേട്ടോ. ഓക്കെ, അപ്പം നെറ്റ് NPAയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 6% കൂടുതലാകുമ്പോൾ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇവിടെ 6 to 9 ഇടയിലാണ് എന്ത് റിസ്ക് ത്രെഷ്ഹോൾഡ് 1 വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് റിസ്ക് ത്രെഷ്ഹോൾഡ് 1 പെടുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അപ് ടു 250 BPS. 250 BPSന് ബിലോ ആയി കഴിഞ്ഞാൽ റിസ്ക് ത്രെഷ്ഹോൾഡ് 1 വരും. അതായത് ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 6% എന്ത് വരിക, എബവ് 6% കൂടുതൽ എന്ത് വരിക, നോൺ പെർഫോമിംഗ് അസറ്റ്സ് വരിക കേട്ടോ. അതാണ് അസറ്റ് ക്വാളിറ്റിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 6%നും 9%നും ഇടയിൽ വരികയാണ് അസറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നെറ്റ് NPA. അത് കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കുകയാണെങ്കിൽ ഇൻകേർഡ് ലോസസ് ഡ്യൂറിങ് 2 consecutive years, തുടർച്ചയായ 2 വർഷങ്ങളിൽ എവിടെ പെടുകയാണ്, എന്താവുക, നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതൊരു പ്രധാന കാരണമാണ് കേട്ടോ. തുടർച്ചയായ 2 വർഷങ്ങളിൽ നഷ്ടത്തിൽ പ്രവർത്തിച്ചാലും എന്താണ് ഈ ഒരു ഫ്രെയിംവർക്കിന് കീഴിലാവും. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെറ്റ് NPA എന്താ എബവ് 6% ആയാൽ എന്താ റിസ്ക് ത്രെഷ്ഹോൾഡ് 1 വീഴും. പിന്നെ തുടർച്ചയായിട്ട് ഇൻകേഴ്സ് ലോസസ് ഫോർ 2 consecutive financial years. ഓക്കെ, ഇൻകേർഡ് ലോസസ് ഫോർ
2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ വന്നാലും റിസ്ക് ത്രഷ്-ഹോൾഡ് 1-ലാണ് വീഴുക. പിന്നെ CRARൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 9% ബിലോ പോവുകയാണെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ അപ് ടു 250 ബേസിസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ് ടു 250 BPS ബിലോ ആയാലും റിസ്ക് ത്രഷ്-ഹോൾഡ് 1-ൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റിസ്ക് ത്രഷ്-ഹോൾഡ് 2-യുടെ കേസ് നോക്കുകയാണെങ്കിൽ 250-ക്കും 400-ൻ്റെയും ഇടയിലാണ് CRAR എന്ന് വയ്ക്കാം. 250 BPS-നും എന്നാൽ 400 ആ ഒരു റേഞ്ചിലാണെങ്കിൽ റിസ്ക് ത്രഷ്-ഹോൾഡ് 2-ലാണ് വരിക. പിന്നെ നെറ്റ് എൻ പി എയുടെ കാര്യം എടുക്കണമെങ്കിൽ 9-നും 12-ൻ്റെയും ഇടയിലാണെങ്കിലും റിസ്ക് ത്രഷ്-ഹോൾഡ് 2-ലാണ് വരിക. റിസ്ക് ത്രഷ്-ഹോൾഡ് 3 ആണെങ്കിൽ 400-ന് എക്സസ് ആയി പോയി. 400-നും എക്സസ് ആയാൽ റിസ്ക് ത്രഷ്-ഹോൾഡ് 3-ലാണ് വരിക. പിന്നെ 12%, മോർ ദാൻ 12% ഒക്കെ NPA കൂടുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. മോർ ദാൻ 12%, നെറ്റ് NPA സത്യം പറഞ്ഞാൽ എബവ് 6% ആയാൽ തന്നെ പ്രശ്നത്തിലാണ്. അപ്പം മോർ ദാൻ 12% ആണെങ്കിൽ അറിയാലോ, റിസ്ക് ത്രഷ്-ഹോൾഡ് 3 അത്യാവശ്യം നല്ല റെസ്ട്രിക്ഷൻസോട് കൂടിയ പ്രശ്നം രൂക്ഷമായിട്ടുണ്ട്. അപ്പോൾ നല്ല റെസ്ട്രിക്ഷൻസ് വേണം എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മനസ്സിലാക്കണ്ട, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. CRARൻ്റെ കാര്യം മനസ്സിലാക്കുക. CRAR എങ്ങനെയാണ്? CRAR 9% കുറഞ്ഞു കഴിഞ്ഞാൽ, CRAR ബിലോ 9% ആണെങ്കിൽ ഈ ഒരു കാറ്റഗറിക്ക് അടിയിൽ വരും എന്നാലോചിക്കുക. നെറ്റ് NPA എബവ് 6% ആണെങ്കിലും ഈ ഒരു കാറ്റഗറിക്ക് അടിയിലാവും. ഇൻകേഴ്സ് ലോസസ് ഫോർ 2 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിലും അതുപോലെ അക്യുമുലേറ്റഡ് ലോസസ് ഒക്കെ അടിഞ്ഞുകൂടുകയാണ് ബാലൻസ് ഷീറ്റിൽ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അക്യുമുലേറ്റഡ് ലോസസ് എന്തായാലും അടിഞ്ഞുകൂടും ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ അങ്ങനൊരു സാധ്യതകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് ത്രഷ്-ഹോൾഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1-ൽ ഏതൊക്കെയാണ് പെടുക, 2-ൽ ഏതൊക്കെയാണ് പെടുക എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. 1-ൽ 250 BPS ആലോചിക്കുക. 250 to 400 ആണെങ്കിൽ ത്രഷ്-ഹോൾഡ് 2, 400 എബവ് ആണെങ്കിൽ 400 എബവ് പ്ലസ് മോർ ദാൻ 12% നെറ്റ് NPA ആണെങ്കിൽ റിസ്ക് ത്രഷ്-ഹോൾഡ് 3. ഇവിടെ 6 to 9 ആണ് വരിക. അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ത്രഷ്-ഹോൾഡ് 1-ൽ 6 to 9, 9% വരും. മറ്റ് 9 to 12%-ൻ്റെ ഇടയിൽ വരും. മറ്റ് മോർ ദാൻ 12% വരും. പക്ഷേ എല്ലായിടത്തും ഈ ഒരു കേസസ് ഉണ്ടാവും. ഇൻകേർഡ് ലോസസ് ഡ്യൂറിങ് 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, തുടർച്ചയായ 2 സാമ്പത്തിക വർഷങ്ങളിൽ നഷ്ടമാണ് കാണിക്കുന്നതെങ്കിൽ അവരെന്തായാലും റിസ്ക് ത്രഷ്-ഹോൾഡ് 1-ൽ പോവും. പിന്നെ ബാക്കി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ഉണ്ടെങ്കിലും അവരെവിടെയാണ്? റിസ്ക് ത്രഷ്-ഹോൾഡ് 1-ലാണ്. പ്രോഫിറ്റബിലിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ തന്നെ ഈ ഒരു 3 കാറ്റഗറിയിലായി തരംതിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുന്നത് ഏതൊക്കെയാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്, ഏതൊക്കെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, അതൊന്ന് നോക്കിയിരിക്കുക. പിന്നെ പ്രത്യേകം ഇവിടെ താഴെ ഒരു വരി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓർത്തിരിക്കണം. അതായത് ടയർ 2 to ടയർ 4 UCBs 2 മുതൽ 4 വരെ, അതായത് 2, 3, 4 കേട്ടോ, 4 UCBs പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് അച്ചീവിങ് റെഗുലേറ്ററി മിനിമം CRAR എത്രയാക്കി ഉയർത്തിക്കൊണ്ടുവരണം? 12% ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. അതിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് മാർച്ച് 31, 2026 ആകുമ്പോഴേക്കും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോളൂ. മാർച്ച് 31, 2026 ആകുമ്പോഴേക്കും എന്താ വേണ്ടത്? CRAR റെഗുലേറ്ററി മിനിമം എത്രയാക്കണം? CRAR ഓഫ് 12% ബൈ മാർച്ച് 31, 2026 ആക്കണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി ഇങ്ങനെ PCA ഫ്രെയിംവർക്ക് എന്ത് വെച്ചിട്ടാണ് അവർ ബേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിപ്പോർട്ടഡ് ഓഡിറ്റഡ് ആനുവൽ ഫിനാൻഷ്യൽ റിസൾട്ട്സ് നോക്കിയിട്ടാണ് ഇവരിതൊക്കെ ഈ ഫ്രെയിംവർക്കൊക്കെ അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ഓർ ദ ഓൺഗോയിങ് സൂപ്പർവൈസറി അസസ്മെൻറ്റ് മെയ്ഡ് ബൈ RBI ഒരു സൂപ്പർവൈസറി അസസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യും കേട്ടോ. അതിനുശേഷമാണ് RBI മേ ഇമ്പോസ് PCA ഓൺ എനി ബാങ്ക് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എ ഇയർ ഇൻക്ലൂഡിങ് മൈഗ്രേഷൻ ഫ്രം വൺ ത്രഷ്-ഹോൾഡ് ടു അനദർ. ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊരെണ്ണത്തിലേക്ക് മാറ്റണോ എന്ന് തീരുമാനിക്കുന്നതും എങ്ങനെ ഈ ഒരു പുതിയ വല്ല ഇമ്പോസ് ചെയ്യണോ എന്നൊക്കെ നോക്കുന്നത് ഈ ഒരു സർക്കംസ്റ്റാൻസസ് നോക്കിയിട്ട് തന്നെയാണ്. എങ്ങനെയൊക്കെ ഇരുന്നാലും സൂപ്പർവൈസറി ആക്ഷൻസ് ടേക്കൺ വിൽ പ്രൈമർലി ബി ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ സ്പെസിഫൈഡ് അണ്ടർ ദ PCA ഫ്രെയിംവർക്ക്. ദ റിസർവ് ബാങ്ക് വിൽ നോട്ട് പ്രീക്ലൂഡഡ് ഫ്രം ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് സൂപ്പർവൈസറി ആക്ഷൻ ഇൻ കേസ് സ്ട്രെസ് ഈസ് നോട്ടീസ്ഡ് ഇൻ അതർ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് പാരാമീറ്റേഴ്സ് ഓർ ഇൻ കേസ് ഓഫ് സീരിയസ് ഗവേണൻസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ എല്ലാം അനലൈസ് ചെയ്തിട്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് മനസ്സിലായി എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് വന്നാലാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഇതിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത് എക്സിറ്റ് ഫ്രം PCA ആണെങ്കിൽ എന്താണ് നോക്കേണ്ടത്. ഇവിടെ A, B എന്ന് പറഞ്ഞ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇഫ് നോ ബ്രീച്ചസ് ഇൻ റിസ്ക് ത്രഷ്-ഹോൾഡ് ഇൻ എനി ഓഫ് ദ പാരാമീറ്റേഴ്സ്, ഒരു പാരാമീറ്റേഴ്സ് പോലും ഈ ഒരു റിസ്ക് ത്രഷ്-ഹോൾഡിൻ്റെ അകത്തല്ലാതെ
പുറത്തു കടക്കുന്ന സമയത്ത് ആർ ഒബ്സർവ്ഡ് ആസ് പെർ 4 കണ്ടിന്യൂസ് ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയാൽ മതി. എങ്ങനെയാണ് 4 കണ്ടിന്യൂസ് ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നോക്കുക. അതിൽ തന്നെ 4 കണ്ടിന്യൂസ് ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പക്ക ഓക്കെ ആണെങ്കിൽ എന്താണ്, ഓഫ് വിച്ച് ഷുഡ് ബി ഓഡിറ്റഡ്. ഓഡിറ്റ് ചെയ്യും ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ. ഇതിന് ബേസ്ഡ് ഓൺ സൂപ്പർവൈസറി കംഫർട്ട് ഓഫ് ദ RBI, അവരും സൂപ്പർവിഷൻ നടത്തും കേട്ടോ. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, ഇവർക്ക് എക്സിറ്റ് കൊടുക്കുക, PCAയിൽ നിന്നും എക്സിറ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതായത് റിസ്ക് ത്രഷ്ഹോൾഡ് 1 വന്നു കഴിഞ്ഞാൽ ഇവരെന്താണ് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, എന്തൊക്കെ മാൻഡേറ്ററി ആക്ഷൻസ് ആണ് ഇവർക്കെതിരെ എടുക്കുക RBI എന്നാണ് നോക്കുന്നത്. റിസ്ക് ത്രഷ്ഹോൾഡ് 1 പെട്ട് കഴിഞ്ഞാൽ ബാങ്ക് ടു റേസ് ക്യാപിറ്റൽ ഐദർ ഫ്രം എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓർ ബൈ ഇഷ്യൂവൻസ് ഓഫ് ഇക്വിറ്റി ആൻഡ് അതർ പെർമിസിബിൾ ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്. റെസ്ട്രിക്ഷൻ ഓൺ ഡിക്ലറേഷൻ ഓർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റും അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ വരും ഡിക്ലറേഷനും ഡൊണേഷനും ഒക്കെ കൊടുക്കുന്നതിൽ. അപ്രോപ്രിയേറ്റ് റെസ്ട്രിക്ഷൻസ് എവിടെ വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ വരും, അതർ ദാൻ ഫോർ ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ. റിസ്ക് ത്രഷ്ഹോൾഡ് 2 ഇവിടെ പ്രധാനപ്പെട്ടതാണ് റെസ്ട്രിക്ഷൻ ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ. അവർക്ക് ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല അല്ലേ. ഇവിടെ പറഞ്ഞു നമ്മൾ റെസ്ട്രിക്ഷൻ ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് പറഞ്ഞു, അത് 1 കേട്ടോ. 1 3 കണ്ടീഷൻസ് ആണ് പറയണത്, 2 പറയണത് ആകെ ഒരൊറ്റ കണ്ടീഷനാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. റെസ്ട്രിക്ഷൻ ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ നടക്കില്ല. റിസ്ക് ത്രഷ്ഹോൾഡ് 3 മാൻഡേറ്ററി ആക്ഷൻസ് 1 and 2 എപ്പോഴും ഈ മോളിൽ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഈ രണ്ടാമത്തേക്ക് വരുമ്പോൾ അതുമുണ്ട്. അതിൻ്റെ കൂടെ അഡീഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ 3 ഉണ്ട് 2. അതിൻ്റെ കൂടെ അഡീഷൻ ആയിട്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ വരുന്നത്. 3 കടക്കുമ്പം ഈ മോളിൽ പറഞ്ഞ 3 + 1 ഈ ഒരെണ്ണം കഴിഞ്ഞ് 4 അപ്രോപ്രിയേറ്റ് റെസ്ട്രിക്ഷൻ വരും. എക്സ്പാൻഷൻ ടോട്ടൽ സൈസ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ പ്രൊഹിബിഷൻ വരും എന്നാണ് പറഞ്ഞു കേട്ടോ. റെസ്ട്രിക്ഷൻ ഓൺ എക്സ്പാൻഷൻ ഓഫ് ടോട്ടൽ സൈസ് ഓഫ് ഡെപ്പോസിറ്റ്, ആ ഒരു കാര്യത്തിൽ മാൻഡേറ്ററി ആക്ഷൻസ് ഇവിടെ RBI എടുക്കുന്ന മാൻഡേറ്ററി ആക്ഷൻസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതുകൂടാതെ കുറച്ച് കോമൺ മെന്യു ആക്ഷൻസും കൂടി ഉണ്ട്. സ്പെഷ്യൽ സൂപ്പർവൈസറി ആക്ഷൻസ് ഉണ്ട്, സ്ട്രാറ്റജി റിലേറ്റഡ്, ഗവേണൻസ് റിലേറ്റഡ്, ക്യാപിറ്റൽ റിലേറ്റഡ്, ക്രെഡിറ്റ് റിസ്ക് റിലേറ്റഡ്, മാർക്കറ്റ് റിസ്ക് റിലേറ്റഡ്, HR റിലേറ്റഡ്, പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ്, ഓപ്പറേഷൻസ് ബിസിനസ് റിലേറ്റഡ്, ഇമ്പോസിഷൻ ഓഫ് ഓൾ ഇൻക്ലൂസീവ് ഡയറക്ഷൻസ്, ക്യാൻസലേഷൻ ഓഫ് ബാങ്കിങ് ലൈസൻസ്, എനി അതർ. ഇവിടെ പിന്നെ ഓരോന്നും പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിഷണറി പവേഴ്സിന് പ്രത്യേകം ഒരുപാട് അത്യാവശ്യം നമ്മൾ സ്പെഷ്യൽ സൂപ്പർവൈസറി ആക്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നത് റെസൊല്യൂഷൻ ഓഫ് ദ ബാങ്കുമായി അതിൽ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുള്ള അമാൽഗമേഷനും റീകൺസ്ട്രക്ഷനും ഒക്കെ റെസൊല്യൂഷൻസ് ഉണ്ടല്ലോ, അത് 45 പ്രകാരം സ്പെഷ്യൽ സൂപ്പർവൈസറി ആക്ഷൻസിൻ്റെ കീഴിലെടുക്കാൻ RBIക്ക് അധികാരമുണ്ട്. പിന്നെ സ്ട്രാറ്റജി റിലേറ്റഡ് ആണ്, അവർക്ക് ക്വാർട്ടർലി മന്ത്ലി ബേസിസ് റിവ്യൂ പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് നടപ്പിലാക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഗവേണൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ RBIക്ക് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റും ബോർഡിനെ കേട്ടോ. 36 AAA AAA ഉണ്ട്, 3A ഉണ്ട്. BR Act 1946 വെച്ചിട്ട് സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. നമ്മളവിടെ BR Actൽ സെക്ഷൻ വെച്ച് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ RBI ടു അപ്പോയിൻറ്റ് അഡീഷണൽ ഡയറക്ടേഴ്സ് ഓൺ ദ ബോർഡ് അണ്ടർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദ BR Act 1949. RBI ടു ഇമ്പോസ് അതർ റെസ്ട്രിക്ഷൻസ് ഓർ കണ്ടീഷൻസ് പെർമിസിബിൾ അണ്ടർ ദ BR Act 1949. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഈ കോളം തന്നെയാണ് കേട്ടോ. ഈ കോളമാണ് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കേണ്ടത്. കോളം പിന്നെ അതുപോലെ തന്നെ മാൻഡേറ്ററി ആക്ഷൻസിനെ കുറിച്ച് പഠിക്കണം. റെസ്ട്രിക്ഷൻ ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ ഏത് റിസ്ക് ത്രഷ്ഹോൾഡിൽ വരുന്ന ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ത്രഷ്ഹോൾഡ് 2 അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജനറലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കായിരുന്നു ഇത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.